നമ്മൾ രാവിലെയോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും ടി വി ചാനലുകൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് മുഴുവൻ അക്രമത്തിൻ്റെ വാർത്തകളാണ്. കൊലപാതകം, പിടിച്ചുപറി, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് കാണുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഈ കേരളത്തിൽ മാത്രം ഇത്രയും പ്രശ്നമുള്ള എല്ലാ ചാനലും തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ കാണുന്നത് ഇതുപോലുള്ള ക്രൈം ന്യൂസുകളാണ്. ഇന്ന് 26-ാം തീയതി ഹൈദരാബാദിലെ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറാണ്. ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ കാണിക്കുകയാണ്, നിങ്ങളൊന്ന് നോക്കുക. 1.3 കോടി കള്ളപ്പണം കണ്ടുപിടിച്ചു. മകളും ഭർത്താവും കൂടി ചേർന്ന് അപ്പനെ കൊന്നു. കുറേ പേരോട് ചേർന്ന് ഒരു വക്കീലിനെ കൊന്നിട്ട് ബാക്കിയുള്ള വക്കീലന്മാരെല്ലാം കൂടി സമരം ചെയ്യുന്നു. വലിയ പ്രക്ഷോഭമാണിപ്പം. ഒരു കുഞ്ഞിനെ ബക്കറ്റിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. അടുത്ത ഒരു കുഞ്ഞ് താഴെ വീണു. പിന്നെ 55,000 രൂപയ്ക്ക് പേരൻസ് അവരുടെ 8 മാസം പ്രായമുള്ള കൊച്ചിനെ വിറ്റു. അതിനകത്ത് ഏജന്റുമാരും ഉണ്ട്. പിന്നെ പോലീസിനെ ലിക്കർ ബോട്ടിൽ കൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന പരിപാടിയാണ്. ഇവിടെ ഈ പിണറായി വിരുദ്ധത LDF ഗവൺമെൻറ്റിനെതിരെ എന്തെല്ലാം വാർത്തകൾ പടച്ചുവിടാവോ അത് പടച്ചു വിട്ടുമ്പോൾ ഇവർ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇവർ നോക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, സാധാരണക്കാരായ ആൾക്കാർ, വീട്ടമ്മമാർ, ഇവർക്കൊക്കെ ആകെ അങ്ങ് ടെൻഷനാണ്, ആദ്യമാണ്. ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാൻ പേടിയാണ്. ഹസ്ബൻഡ് പുറത്ത് പോയി കഴിഞ്ഞാൽ വല്ലവരും വന്ന് എന്നെ പിടിച്ചു പറിക്കുമോ എന്നുള്ള പേടിയാണ്. ഈ ന്യൂസുകളെല്ലാം ഇങ്ങനെ ക്രൈം ന്യൂസുകൾ മാത്രം ഇട്ടിട്ട് മനുഷ്യൻ്റെ മനസ്സമാധാനം തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടെ ചേർന്നത്. ഇതല്ലേ ശരിയായിട്ടുള്ളൊരു ക്രൈം? ഈ വാർത്തകൾ ഇങ്ങനെ പൊലിപ്പിച്ച് കാണിക്കുന്നത്, ക്രൈം ന്യൂസുകൾ മാത്രം എടുത്ത് കാണിക്കുന്നത്. ഈ കേരളത്തിൽ എന്താ നല്ല കാര്യങ്ങളൊന്നും നടക്കുന്നില്ലേ? ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന, ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെന്നാണോ പറയുന്നത്? എന്തുമാത്രമുണ്ട്, ഓരോ പഞ്ചായത്തിലും നടക്കുന്നുണ്ട്. ജനങ്ങളെല്ലാവരും ചേർന്ന് അവരവരുടെ ആ രീതിയിൽ ഓരോ സ്ഥലങ്ങളിലും പലരെ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങൾ, സഹകരണ സംഘങ്ങൾ, സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ ക്രൈം ന്യൂസിന് മാത്രം പ്രാധാന്യം കൊടുക്കുക, എന്നിട്ട് കേരളത്തെ ഒരു ക്രൈം സ്റ്റേറ്റ് ആക്കി മാറ്റുക.